ദേവീ ശരണം അമ്മേ. പാരം നിന്നെ സ്മരിച്ചും മുഹുരഭിമനസാ നിന്റെ നാമം ജപിച്ചും നേരിൻ വേരായ രൂപം പരമധുഹൃദയെ കണ്ടു നിത്യം നമിച്ചും സാരം തേടുന്ന ഭക്തർക്കതുലമധുരമാഭ്രൂവിലാസാലകത്തിൻ ഭാരം തീർക്കും ശിവേ നിൻ തിരുവടി സതതം കുമ്പിടുന്നംബികേ ഞാൻ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. നവമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായമാണ്, ഗംഗോപാഖ്യാനമാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. അതിൽ അസമഞ്ജസൻ എന്ന സകരന്റെ പുത്രൻ ആ ദേവിയെ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാനായിക്കൊണ്ട് ഗംഗയെ തപസ് ചെയ്തു. പക്ഷേ ആയസ് കുറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിച്ചില്ല. പിന്നെ അദ്ദേഹത്തിന്റെ പുത്രനായിട്ടുള്ള അംശുമാൻ ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതിനു വേണ്ടി തപസ് ചെയ്ത് അദ്ദേഹത്തിനും കഴിഞ്ഞില്ല. ആയുസ്സില്ലാത്ത കാരണം കൊണ്ട് അദ്ദേഹത്തിന്റെ ശരീരവും പതിച്ചു. പിന്നീട് ഈ അംശുമാന്റെ പുത്രനായിട്ടുള്ള ഭഗീരഥൻ ബുദ്ധിമാനാണ്, ഗുണവാനാണ്, വിഷ്ണുഭക്തനാണ്. അങ്ങനെയുള്ള ഒരു മഹാഭക്തനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഭഗീരഥൻ ഗംഗയെ കൊണ്ടുവരുന്നതിന് വേണ്ടി 1,00,000 വർഷം തപസ് ചെയ്തു. അങ്ങനെ തപസ് ചെയ്ത അദ്ദേഹം കോടി സൂര്യന്മാർക്ക് തുല്യം പ്രകാശവാനായ കൃഷ്ണനെ ദർശിച്ചു. 2 കരങ്ങളും കയ്യിൽ മുരളി, ഗോപന്മാരുടെ വേഷം ധരിച്ച ഗോപാലസുന്ദരി രൂപം, അർദ്ധനാരീശ്വര രൂപം, ഭക്താനുഗ്രഹ രൂപൻ, സ്വേച്ഛാമയൻ, പരമമായ ബ്രഹ്മം, പരിപൂർണതമൻ പ്രഭു, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവരാൽ സ്തുതിക്കപ്പെടുന്നവൻ, മുനിഗണങ്ങളാൽ ചുറ്റപ്പെടുന്നവനും, ഭക്താനുഗ്രഹത്തിന് ഹേതുഭൂതനും, അഗ്നി പോലെ വിശുദ്ധമായ മഞ്ഞപ്പട്ടുടുത്തവനും രത്നാഭരണങ്ങൾ അണിഞ്ഞവനും ആയിട്ടുള്ള കൃഷ്ണനെ കണ്ട് ഭഗീരഥൻ സ്തുതിച്ചു. വീണ്ടും വീണ്ടും നമസ്കരിച്ചു. തന്റെ വംശത്തെ പരിശുദ്ധമാക്കാൻ വേണ്ടി താൻ ആഗ്രഹിച്ച വരം അദ്ദേഹം ആ കൃഷ്ണനിൽ നിന്നും അനായാസം നേടി. ദിവ്യമായിട്ടുള്ള സ്തോത്രം കൊണ്ട് സ്തുതിച്ചു. ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കണോ ഹേ. സുരേശ്വര, ഭാരതിയുടെ ശാപമനുസരിച്ച് ഭഗവാൻ അനുഗ്രഹിച്ചതനുസരിച്ച് ഇപ്രകാരമാണ് ഗംഗ ഭൂമിയിലേക്ക് വന്നത് എന്നുള്ളതിനെയാണ് പിന്നീട് ഇവിടെ പറയുന്നത്. അങ്ങനെ ശ്രീകൃഷ്ണ സ്വരൂപനായിട്ട് വന്ന വിഷ്ണു അവിടെ പോയി തന്റെ പത്നിയും കൂടിയായിട്ടുള്ള സുരേശ്വരിയോട്, ഭാരതിയുടെ ശാപമനുസരിച്ച് നീ വേഗം ഭാരതത്തിലേക്ക് പോവുക, സ്വകരപുത്രന്മാരെ മുഴുവൻ പരിശുദ്ധരാക്കി തീർക്കാൻ നിനക്ക് കഴിയും. നിന്നെ സ്പർശിച്ചു വരുന്ന വായുവേൽക്കുന്നവര് പരിശുദ്ധരായി തീരും. അവരെല്ലാം എൻ്റെ ലോകം പ്രാപിക്കും. എൻ്റെ രൂപം ധരിച്ച് ദിവ്യരഥത്തിൽ അവരൊക്കെ സഞ്ചരിക്കും. അവർ എന്നേക്കും ഒരു ദുഃഖമില്ലാത്തവരും എൻ്റെ പാർഷദന്മാരുമായിട്ട് ഭവിക്കും. ഓരോ ജന്മത്തിലും അവർ ചെയ്തിട്ടുള്ള കർമ്മഭോഗങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതെ കണ്ടാകും. ഭാരതത്തിലെ ജനങ്ങൾ കോടി ജന്മങ്ങളായി നേടിവെച്ചിട്ടുള്ള പാപം ഗംഗാ സ്പർശത്താൽ നശിക്കും എന്ന് വേദങ്ങൾ കീർത്തിക്കുന്നുണ്ട്. അതിനേക്കാൾ 10 ഇരട്ടി പുണ്യം ലഭിക്കും ഗംഗയെ ദർശിച്ചാൽ. സാധാരണ ദിവസങ്ങളിൽ നീണ്ടു നിവർന്ന് അതിലൊന്ന് മുങ്ങുന്നവരുടെ 100 കോടി ജന്മങ്ങളിലെ പാപം നശിക്കുമെന്നാണ് ശ്രുതിവാക്യങ്ങൾ പറയുന്നത്.
ബ്രഹ്മഹത്യ തുടങ്ങിയ പാപങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടോ? അതെല്ലാം അറിഞ്ഞുകൊണ്ട് ഓരോ ജന്മങ്ങളിലായി ചെയ്തവയാണെങ്കിൽ പോലും അവയെല്ലാം ഗംഗയിൽ മുങ്ങുന്നതുകൊണ്ട് നശിച്ചുപോകും. പുണ്യദിനങ്ങളിൽ സ്നാനം ചെയ്താലുണ്ടാകുന്ന പുണ്യം വേദങ്ങൾക്കും പറയാൻ കഴിയുന്നതല്ല. അവയിൽ ചിലത് മാത്രമേ വേദങ്ങൾ തന്നെ പറയുന്നുള്ളൂ. അതെല്ലാം പറയാൻ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ തുടങ്ങിയവർക്ക് പോലും അവർ പോലും അശക്തരാണ്. അതുകൊണ്ട് ഹേ സുരേശ്വരി, സുന്ദരി, സാമാന്യ ദിവസങ്ങളിൽ സങ്കല്പപൂർവം സ്നാനം ചെയ്താൽ എന്താണ് ഫലം എന്ന് കേട്ടുകൊള്ളുക. സാധാരണ ദിവസം നീണ്ടെന്ന് പറഞ്ഞ് ഒരു മുങ്ങ് ആ ഗംഗയിൽ ഒന്ന് മുങ്ങിയാൽ 10 ഇരട്ടി ഫലമുണ്ട്. സങ്കല്പ സ്നാനത്തിന് 30 ഇരട്ടി പുണ്യം ലഭിക്കും. രവിസംക്രമ ദിനത്തിലായാൽ അമാവാസിയിലെ സ്നാനത്തിന് അത്രത്തോളം തന്നെ ഫലം കിട്ടും. അതിൻ്റെ ഇരട്ടി പുണ്യം ലഭിക്കും. ദക്ഷിണായനത്തിലെ സ്നാനത്തിന് അതിനേക്കാൾ 10 ഇരട്ടി പുണ്യപ്രദമാണ് ഉത്തരായണത്തിലെ സ്നാനം. ചാതുർമാസ്യത്തിലും പൗർണമിയിലും ചെയ്യുന്ന സ്നാനം അക്ഷയമായ ഫലം നൽകും. അക്ഷയ നവമിയിലെ സ്നാനത്തിനും തുല്യമായിട്ടുള്ള ഫലമുണ്ടായെന്നാണ് വേദങ്ങൾ പറയുന്നത്. ഈ ദിവസങ്ങളിലെ സ്നാനാദികൾക്ക് അനന്തമായിട്ടുള്ള ഫലങ്ങളുണ്ടായെന്ന് പറയുന്നു. സാമാന്യ ദിവസങ്ങളിൽ സ്നാനത്തിനെ അപേക്ഷിച്ച് 100 ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഈ ദിവസങ്ങൾ. മന്വന്തരാദി തിഥിയിലും യുഗാദി തിഥിയിലും അതുപോലെ മാഘമാസത്തിലെ സീതാസപ്തമിയിലും ഭീഷ്മാഷ്ടമിയിലും അശോകാഷ്ടമി, ശ്രീരാമനവമി മുതലായ പുണ്യദിനങ്ങളിലൊക്കെ സ്നാനം ചെയ്താൽ സാധാരണ സ്നാനത്തിനേക്കാൾ 100 ഇരട്ടി പുണ്യം ലഭിക്കുമെന്ന് പറയുന്നുണ്ട് ശ്രുതികള്. അതേമാതിരി പ്രഥമ, ഷഷ്ടി, ഏകാദശി എന്നീ ദിവസങ്ങളിൽ ചെയ്യുന്ന സ്നാനത്തിന് ഇരട്ടി പുണ്യം കിട്ടുന്ന പറയണത്. ദസറ, ദശമി സ്നാനത്തിന് യുഗാദി സ്നാനത്തിന്റെ ഫലമുണ്ടായി എന്ന് പറയണു. മഹാവാരുണിയിൽ സ്നാനം ചെയ്താൽ അതിൻ്റെ 4 ഇരട്ടി പുണ്യം ലഭിക്കും. അതിനേക്കാൾ 4 ഇരട്ടി പുണ്യമാണ് ഈ മഹാവാരുണി സ്നാനം എന്ന് പറയുന്നത്. ചന്ദ്രഗ്രഹണ സമയത്തെ സ്നാനത്തിന് അതിൻ്റെ 10 ഇരട്ടി പുണ്യം. സൂര്യഗ്രഹണ സമയത്തെ സ്നാനം, അർദ്ധോദയത്തിലെ സ്നാനത്തിന് 10 ഇരട്ടി ഫലമുണ്ട് എന്നൊക്കെ ഇതാ അവളോട് പറഞ്ഞു നിർത്തിയപ്പോഴ് ഗംഗ ഭക്തിപൂർവം ശിരസ് നമിച്ചുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, പണ്ട് ഭാരതി ശപിച്ചതനുസരിച്ചും അങ്ങയുടെ കൽപ്പനയനുസരിച്ചും ഈ രാജാവിൻ്റെ തപസ്സുകൊണ്ടും ഞാനിപ്പോൾ ഭാരതത്തിലേക്ക് പോയാൽ പാപികൾ അവർക്കുള്ള പാപങ്ങളെല്ലാം എനിക്ക് നൽകും. ഞാനവ പിന്നെ എങ്ങനെയാണ് നശിപ്പിക്കുക? അതിനുള്ള മാർഗം കൂടി അങ്ങ് പറഞ്ഞു തരണം. മാത്രമല്ല, എത്ര കാലമാണ് ഞാൻ ഭാരതത്തിൽ കഴിയേണ്ടത്? എനിക്ക് എപ്പോൾ അങ്ങയുടെ പരമപദമായ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും? എൻ്റെ മറ്റാഗ്രഹങ്ങളെല്ലാം എന്താണ് എന്ന് സർവവും അറിയാവുന്ന അങ്ങയോട് ഞാൻ പറയേണ്ടതല്ലോ. അതുകൊണ്ട് ഇതിനുള്ള ഉപായം എനിക്ക് പറഞ്ഞു തന്നാലും എന്ന് ഗംഗയിത തന്നെ ഭാരതത്തിലേക്ക് പോകാനായിട്ട് ആജ്ഞാപിച്ച തൻ്റെ പതിയും കൂടിയായ മഹാവിഷ്ണുവിനോട് പറയണു. അതിന് എന്താ ഭഗവാൻ മറുപടി പറയുന്നത് എന്നുള്ളത് നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം. ഇന്നിവിടെ തന്നെ നിർത്തുന്നു. ഹരേ നമഃ.